യൂറോപ്പിൽ നടന്ന കോവിഡ് ജനങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരുന്നു മലയാളി നഴ്സുമാർ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഇനി അടുത്ത 5 കൊല്ലം ഞങ്ങളുടെ ആവശ്യമാണ് 7 ലക്ഷം ഇന്ത്യൻ നഴ്സസുമാരും അതിൽ ഏറ്റവും കൂടുതൽ മലയാളി നഴ്സസാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ നഴ്സസ്മാരെ ബഹുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലത് നടക്കുന്നില്ല? നമ്മുടെ നഴ്സസിനെ ഇങ്ങനെ സമരം ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത ഒരു സർക്കാർ ഒന്നും ശരിയായിരുന്നല്ല സമ്മതിക്കുന്നത്. നമസ്കാരം. സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ സമരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. 40,000 രൂപ മിനിമം വേതനം നൽകണം എന്നാവശ്യപ്പെട്ടാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരവും പണിമുടക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ഒരു പണിമുടക്ക് ഏത് രീതിയിലേക്ക് മാറും എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സർക്കാർ ഇതുവരെയും ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തീരുമാനവും എടുത്തിട്ടില്ല. മുൻപ് സർക്കാർ സംവിധാനവും അധികാരികളും പറഞ്ഞത് ഇവരുടെ വേതനം പുനഃക്രമീകരിക്കും എന്നാണ്. എന്നാൽ അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് സ്വകാര്യ മേഖലയിലുള്ള ഈ നഴ്സുമാർ സമരം കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മാനവീയം വീതിയിൽ നഴ്സുമാരുടെ പരിപാടിയിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ ഒരു പരിപാടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് BJP എന്ന പാർട്ടിയും NDA എന്ന മുന്നണിയും നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളിവിടെ ചോദിക്കുന്ന നിങ്ങളുടെ ഡിമാൻഡ്സിന് 100% പിന്തുണ തരാൻ തയ്യാറാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയവുമില്ല, നല്ല ക്ലാരിറ്റി ഉണ്ട്. ആരോഗ്യ മേഖല ഏത് സംസ്ഥാനം ആണെങ്കിലും ആരോഗ്യ മേഖല ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ആക്ടർ ആണ് നമ്മുടെ നഴ്സുമാർ. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ മന്ത്രിയാവുമ്പോൾ എൻ്റെ ഓഫീസിൽ ജർമ്മൻ ഒരു മിനിസ്റ്റർ വന്നു. അദ്ദേഹം കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഡൽഹി വരെയായിരുന്നു. ഞാൻ സ്കിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞതാണ്, യൂറോപ്പിൽ നടന്ന കോവിഡ് ജനങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരുന്നു മലയാളി നഴ്സുമാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഇനി അടുത്ത 5 കൊല്ലം ഞങ്ങളുടെ ആവശ്യമാണ് 7 ലക്ഷം ഇന്ത്യൻ നഴ്സസുമാരും അതിൽ ഏറ്റവും കൂടുതൽ മലയാളി നഴ്സസാണ് ഞങ്ങളുടെ ആവശ്യം. ആര് പറയുന്നു? ജർമ്മനിയുടെ മന്ത്രി, ഹെൽത്ത് മന്ത്രി. അപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ നഴ്സസ്മാരെ ബഹുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലത് നടക്കുന്നില്ല? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും നാടിൻ്റെ ആരോഗ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, എന്തുകൊണ്ട് നമ്മളെ നഴ്സസ്മാരെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല? ജാസ്മിനും പറഞ്ഞു, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാൽജിയും പറഞ്ഞു, 8 കൊല്ലമായി ശമ്പളം മാറ്റിയിട്ടില്ല, ശമ്പളം വർദ്ധിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട്? ഇപ്പോഴത്തെ സർക്കാർ കഴിഞ്ഞ 10 കൊല്ലം, ഇത് ഒരു ഫാക്റ്റായിട്ട് പറയുന്നു, 22 ലക്ഷം കോടി ചെലവാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നഴ്സസിന്റെ ശമ്പളം വർദ്ധിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ സ്ഥിതിയിൽ കൊണ്ടുവയ്ക്കുന്നു? നമ്മുടെ നഴ്സസിനെ ഇങ്ങനെ സമരം ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത ഒരു സർക്കാർ ഒന്നും ശരിയായിരുന്നല്ല സമ്മതിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങളുടെ പാർട്ടി 100% ഇവിടെ പറയുന്ന അവകാശങ്ങൾ പിന്തുണ തരാൻ തയ്യാറാവും, അത് ചെയ്തു തരും എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ചെറിയൊരു കാര്യം ജാസ്മിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജാസ്മിൻ അങ്ങനെ മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട, അത് ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊരു അഭിപ്രായമുണ്ട്.
ഇവിടെ വരാൻ പോകുന്ന മുഖ്യമന്ത്രി, ഞാൻ ഇന്ന് പറഞ്ഞേ കുറച്ച് രാഷ്ട്രീയം പറയണ്ടേ, വരാൻ പോകുന്ന മുഖ്യമന്ത്രി നിങ്ങളുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അത് ആരാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ സമരം സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.